ഹലോ ഗായ്സ്, ഞാൻ ഇന്ന് ഡ്യൂക്കിൻ്റെ 390 പോയിന്ന് ഓടിച്ചു നോക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ടെസ്റ്റ് ഡ്രൈവ് ബുക്ക് ചെയ്തിട്ടുണ്ട്. പോയിന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വെച്ചു. കുറേ നാളായി ഡ്യൂക്ക് ഒന്ന് ഓടിച്ചു നോക്കണമെന്ന് വിചാരിക്കണം. ആദ്യം ഫസ്റ്റ് നമ്മുടെ വണ്ടി ഒന്ന് വാഷ് ചെയ്യാം. വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തൊക്കെ തീരുമാനിക്കാമെന്ന് വെച്ച്. വണ്ടിയുടെ വാഷിങ് കഴിഞ്ഞ് ഇനി നേരെ പോവുക, വണ്ടി ഓടിച്ച് നോക്കുക, വീട്ടിൽ പോവുക. ഇന്ന് നമുക്കൊരു 390 ഇട്ടിട്ടുണ്ട്. പുതിയ BS6 ആണോ BS7 ആണൊക്കെയാണ്, പുതിയ മോഡലാണ്. അപ്പോൾ അതിനൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കാമെന്ന് വെച്ചാൽ വന്നത്. ടെസ്റ്റ് ഡ്രൈവ് എടുക്കുകയെന്ന് വെച്ചാൽ ആക്ച്വലി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ എങ്ങനെ ഉണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, വലിച്ചു നോക്കാം. Look at this, man. Oh, that's insane. Oh, Polly, that's just fucking insane, man. കൈ കൊടുത്തത് വണ്ടി തെറിക്കണ്. Just see this. കണ്ടാണ് ഇത് ഒറ്റ ദിവസം കൊണ്ട് കൈ നിൽക്കണ വണ്ടിയല്ല. അത് ഇത്ര നാൾ 200 ഓടിച്ചത്. ആ ഒരു കപ്പാസിറ്റി വെച്ച് മാത്രമാണ് എനിക്കിതിപ്പം കൊണ്ടു നടക്കാൻ പറ്റുന്നത്, അത് ഓടിക്കാൻ പറ്റുന്നത്. അതായത് സ്ട്രെയിറ്റ് പോയാൽ ചുമ്മാ ഉള്ള കുറയണങ്ങളിലൊന്നും അതിലേക്കൊന്ന് കയറുന്നത്. സ്ട്രെയിറ്റ് ഒക്കെ ഭയങ്കര ഇത് നല്ലൊരു ഡെലിവറി ഉണ്ട്. BS3 ഓടിച്ചപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. BS3 അത്രയും പുള്ളില്ലെന്ന് ഒരു കാര്യത്തും പറയാൻ പറ്റാത്ത വണ്ടിയാണ്. അവർ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല, അമ്മാതിരി പുള്ളുണ്ട്. വണ്ടി നിന്ന് വാട്ടെ അതൊക്കെ പഠിക്കാനില്ല. ഇതിൻ്റെ മുന്നിൽ ചെന്ന് ചാടി കയറുന്നത് എനിക്ക് വയ്യ. അതിൻ്റെ മുന്നിൽ ചെന്ന് ചാടി കയറാൻ. insane, man, insane. Crazy, man. ഇവിടെ ഒരു ഓപ്പണിങ് ഉണ്ടാകേണ്ടതാണ്. ഇവിടെ പോകാൻ പറ്റത്തില്ല. ആൾക്കാർ പറഞ്ഞ പഴയ BS3 അത്രയും വരുന്നില്ല പുതിയതൊന്നും. BS4 ഓടിച്ചിട്ടുള്ള ഒരാളായിട്ട് തന്നെ പറയുവാണ് ഇതിന് BS4ൻ്റെ ഫുള്ളൊക്കെ വരുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് മോഡലായതുകൊണ്ടാണ് ചെറിയൊരു ലാഗ് എനിക്ക് തോന്നുന്നുണ്ട്. ടെസ്റ്റ് ഡ്രൈവ് മോഡലായതുകൊണ്ടായിരിക്കാം, നോട്ട് ഷുവർ. ഇൻസൈൻ ആയിട്ടുള്ള ഫുള്ള്. അത് കയ്യിലില്ല രീതിയിൽ. അതായത് ഓടിക്കാൻ അറിയാത്ത ആളാണ്, അതായത് പുതിയത് വരുന്നവരാണ് വണ്ടി കയ്യിൽ നിർത്തി നടക്കാം.
ഇതാണ് നോർമൽ സ്വിച്ചും കാര്യങ്ങളൊക്കെ അത്യാവശ്യം സ്റ്റാൻഡേർഡ് സ്വിച്ചുകളൊക്കെ തന്നെയാണ്. സ്റ്റാർട്ടിങ്ങും റോഡ് മോഡ്, ഇതിന് മോഡ് മാറ്റാൻ പറ്റുമെന്നുണ്ട്. ഓക്കെ, റൈഡ് മോഡ്, സ്ട്രീറ്റ്, ട്രാക്ക്. ഓക്കെ, ഈ ട്രാക്കിൻ്റെ നോക്കാം. ഇപ്പോൾ ട്രാക്കാണ് ഇട്ടേക്കുന്നത്. We'll see how much power it has. It's insane, man. ചുമ്മാ ആൾക്കാർ എടുത്തിട്ട് കൈ നിൽക്കാത്ത പോലെ ആൾക്കാർ പറഞ്ഞോളൂ. E20 കാണാൻ പറഞ്ഞ പോലെ E20 കമ്പാറ്റബിളും കൂടാണ്. ഇൻസൈൻ, ജസ്റ്റ് ഇൻസൈൻ, man. കയ്യിൽ നിൽക്കുന്നില്ല. ആൾക്കാർ പറയാന്ന് വെച്ചാൽ ഞാനൊന്നും സമ്മതിക്കാൻ പോകില്ല. പഴയ മോഡലിലെ പോലെ ഇതൊന്നും ഇല്ല, അതില്ല. ജസ്റ്റ് കൂൾ. എൻ്റെ ആക്സലറേഷൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ടൂണോ ഓടിച്ചു നോക്കണമെന്നുണ്ട്. ടൂണോ എനിക്ക് ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. ജസ്റ്റ് അതാണ് വേണം ചെയ്യാൻ നിൽക്കുന്നത്. ജസ്റ്റ് ക്ലിയർലി നല്ല രീതിയിലുള്ള പുള്ളുണ്ട്. സ്മൂത്ത്നെസ് കാണുന്നുണ്ട്. അഗ്രസീവ്, സ്മൂത്തിനേക്കാളും കൂടുതൽ പറയുന്ന അഗ്രസീവ്നെസ് ആണ് ഇതിൻ്റെ. കൂൾ മാൻ. ഐ വോണ്ട് ഇവൻ സേ ദാറ്റ് ഇതിനൊരു ലാഗ് കുറവുണ്ട്. ഇതിപ്പോൾ ഒരു 5-6 വർഷം പറഞ്ഞു ഇതിൽ ലാഗ് കുറവ് എന്താ, അതായത് പുള്ളിനൊരു കുറവില്ല. ആക്ച്വലി പറയാണ്ടിരിക്കാൻ പറ്റുന്നില്ല. പുതിയ 390 ഓടിക്കുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ പഴയ VS3 ഓടിച്ചിട്ടുണ്ട്. അതിന് ഒക്കെ എനിക്ക് നല്ല രീതിയിൽ ഫുള്ളൊക്കെ തോന്നിയിട്ടുണ്ട്. ഒരു വിധത്തിൽ കുഴപ്പം എനിക്ക് തോന്നിയിട്ടില്ല. നല്ല രീതിയിൽ എനിക്ക് റിലയബിലിറ്റി ഇഷ്യൂസ് ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് വെച്ചാൽ ഫുള്ള് അതിൻ്റെ പവർ നല്ലപോലെ ഉണ്ടായിരുന്നു. ഇതും അത്യാവശ്യം നല്ല രീതിയിൽ ഫുള്ള് തോന്നുന്നുണ്ട്. ഞാനിത് മേടിക്കാണ് ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹാൻഡിൽ ബാർ സെറ്റപ്പ് കുറച്ചും കൂടെ ടോളാക്കും. കാരണം എൻ്റെ ഇരിക്കണം ഓക്കെ. ഫോൾസിന് ന്യൂട്രൽസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ഓ, ട്രാക്ക് കൊള്ളാം.